എല്ലാവർക്കും നമസ്കാരം. വേദ വിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് വഴിപാടുകളൊക്കെ നടത്തുന്നവരാണ്. എന്നാൽ ഈ വഴിപാടുകൾക്കൊക്കെ ഒപ്പം തന്നെ നമുക്ക് വളരെ വേഗം ഫലം ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഓരോ വ്രതങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഷഷ്ഠി വ്രതം, ഏകാദശി വ്രതം, തിങ്കളാഴ്ച വ്രതം എന്ന് പറയുന്ന ഓരോരോ വ്രതങ്ങൾ. ഈ വ്രതങ്ങൾ കൂടി ഉണ്ടെങ്കിലേ ഈ വഴിപാടുകൾക്ക് ശീഘ്രവേഗം ഫലസിദ്ധി ലഭിക്കുകയുള്ളെന്നതും ചില കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് ചില പ്രത്യേക ദിവസങ്ങളിലോ പക്കങ്ങളിലോ ഒക്കെ നമ്മൾ ഓരോരോ വ്രതങ്ങളും എടുത്തു വരാറുണ്ട്. ഈ വ്രതങ്ങളിൽ നമ്മുടെ വീട്ടിലെ ശത്രുദോഷങ്ങൾ നീങ്ങാനും സാമ്പത്തിക കടബാധ്യത നീങ്ങാനും വേണ്ടിയിട്ട് എടുക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് വെള്ളിയാഴ്ച വ്രതം. ദേവി പ്രീതിക്കായിട്ടാണ് ഈ വെള്ളിയാഴ്ച വ്രതം നമ്മൾ എടുക്കാറ്. അതുപോലെ ശുക്രൻ്റെ കാലഹോര ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ ദിവസങ്ങളിൽ എടുക്കുന്ന വ്രതം നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യത്തെ മാറ്റാനായിട്ട് ഉപകരിക്കും എന്നതാണ്. വെള്ളിയാഴ്ച വ്രതം എടുക്കാനായിട്ട് ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള രീതി എന്ന് പറയുന്നത്, തലേ ദിവസം ഒരു നേരം അരിയാഹാരം കഴിക്കുക. വെള്ളിയാഴ്ച ദിവസം അരിയാഹാരം പരിപൂർണമായിട്ട് ഒഴിവാക്കുക. നമുക്ക് പഴവർഗ്ഗങ്ങളോ മറ്റു കാര്യങ്ങളോ കഴിക്കാവുന്നതാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സാധിക്കാത്തവർ ഗോതമ്പ് നിർമ്മിതമായിട്ടുള്ള എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. അത് ഒരു നേരം മാത്രം ആക്കുക. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ ദേവീക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം കുടിക്കുന്നതോടുകൂടിയാണ് വ്രതം അവസാനിപ്പിക്കുന്നത്. ഈ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നവർ അന്നത്തെ ദിവസം പ്രധാനമായിട്ടും ദേവീക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം. അതും പ്രധാനമായിട്ടും രാവിലെ ഉദയത്തിനു മുമ്പ് എണീക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദയത്തിനു മുമ്പ് എണീറ്റ് നമ്മുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോയോ രൂപങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നും സാധിക്കാത്തവർ നമുക്ക് ദേവിയുടെ അല്ലെങ്കിൽ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ഒരു ചുവന്ന പട്ട് തലയിൽ ചുവന്ന പട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു നിലവിളക്ക് വെച്ചുകൊണ്ട് 2 or 5 തിരിയിട്ട് കത്തിച്ച് ദേവിയെ മനസ്സുകൊണ്ട് സ്മരിക്കാവുന്നതാണ്. അങ്ങനെ ദേവിയെ സ്മരിച്ച് പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന നടത്താനായിട്ട് സങ്കല്പിച്ച് മധുരങ്ങളോ പായസങ്ങളോ എന്തെങ്കിലും ദേവിക്ക് സമർപ്പിക്കുക, മനസ്സുകൊണ്ട് സമർപ്പിക്കുക. അതിന് പ്രത്യേകിച്ച് നിവേദ്യ ക്രിയകളൊന്നും നമ്മൾ പഠിക്കണമെന്നില്ല. ആ ദേവിയെ സങ്കല്പിച്ച് എന്തെങ്കിലും മധുരപലഹാരങ്ങൾ ദേവിക്കായിട്ട് മാറ്റി വയ്ക്കുന്നതോ അല്ലെങ്കിൽ നമ്മളതായിട്ട് പായസം നിവേദ്യം തയ്യാറാക്കി വയ്ക്കുന്നതോ നല്ലതായിരിക്കും. അങ്ങനെ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു ദിവസം മൊത്തം ദേവി സ്മരണ ചെയ്യുന്നതോ, ഇല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് എപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും രാവിലെ ഉദയത്തിനു മുമ്പ് നമ്മൾ കുളിച്ച് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ ചുവന്ന പട്ടിട്ട് വിളക്ക് കത്തിച്ച് വയ്ക്കുന്നത് ആ വീട്ടിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി നൽകുമെന്നും നമുക്കിത് ഈശ്വരാധീനം, അതായത് ദേവിയുടെ കടാക്ഷം വരാനായിട്ട് ഏറ്റവും ഉപകരിക്കുമെന്നാണ്. അന്ന് 2 നേരം ഇതേപോലെ വിളക്ക് കത്തിക്കണമെന്നാണ്. വിളക്ക് കത്തിക്കുന്നത് നെയ്യിലാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. വൈകുന്നേരം സന്ധ്യസമയത്ത് അസ്തമയ സമയത്ത് വിളക്ക് കത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലാത്തവർ 7 മണിക്കുള്ളിലായിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വൈകുന്നേരം ഇതുപോലെ നിലവിളക്ക് കത്തിച്ച് ആ നിലവിളക്കിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് മഹാദേവിയെ നമ എന്ന് പറയുന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതോ, അല്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ എന്ന് പറയുന്ന മന്ത്രം ജപിക്കുന്നതോ ഏറ്റവും ഉത്തമമായിരിക്കും. ഇങ്ങനെ ദേവിയെ സ്മരിച്ചുകൊണ്ട് 12 വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായിട്ട് വ്രതം സ്വീകരിച്ചാൽ നമ്മുടെ എല്ലാവിധത്തിലുള്ള അഭീഷ്ട കാര്യങ്ങളും നമുക്ക് സാധിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്ത്രീകളായിട്ടുള്ളവർക്കൊക്കെ സ്ത്രീകളുടെ ശാരീരികമായ ശുദ്ധി കാരണം വരുന്ന മുടക്കങ്ങൾ ഈ വ്രതം മുടക്കമായിട്ട് കൂട്ടേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ച് കഴിയാവുന്നതും 7 or 9 ദിവസങ്ങളൊക്കെ സ്വീകരിക്കുക. ശാരീരികമായിട്ട് അശുദ്ധി വരുന്ന ദിവസം വ്രതം എടുക്കേണ്ട, അതിനുശേഷം വ്രതം തുടർന്നും എടുക്കാവുന്നതാണ്. ഇങ്ങനെ വ്രതം സ്വീകരിച്ചാൽ നമുക്കൊരു 11 വെള്ളിയാഴ്ച കൊണ്ട് അത്ഭുതകരമായ മാറ്റവും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവും വീട്ടിലുണ്ടാകുന്ന ശത്രുദോഷങ്ങളൊക്കെ നീങ്ങി നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കൈവരുന്നതായിട്ട് നമുക്ക് തന്നെ അനുഭവയോഗ്യമാകും. അധികമായിരിക്കുന്ന സാമ്പത്തികത്തിൻ്റെ ചെലവുകളൊക്കെ മാറി വരുന്ന ധനത്തെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിക്രയങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതും ആയിരിക്കും. രാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ കുറച്ച് കുങ്കുമവും മഞ്ഞൾപ്പൊടിയും കൂടി കയ്യിൽ കരുതുക. ഈ കുങ്കുമവും മഞ്ഞളും കൂടി ദേവിക്ക് സമർപ്പിക്കുന്നതായിട്ട് വിളക്കിൻ്റെ ചുവട്ടിലേക്ക് അർച്ചന നടത്തുക. അതേപോലെ തന്നെ രാവിലെ ഓം ശ്രീ മഹാലക്ഷ്മി എന്ന് പറയുന്ന മന്ത്രം 108 പ്രാവശ്യവും ജപിക്കുന്നതും, വൈകുന്നേരം വിളക്ക് കത്തുമ്പോൾ ഓം ശ്രീ മഹാദേവിയെ എന്ന് പറയുന്നതോ ഓം ശ്രീ മഹാഭദ്രകാളി നമ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതോ ഏറ്റവും ഉത്തമമായിരിക്കും. ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മനസ്സിൽ മറ്റുള്ളവരെ ദോഷിക്കുന്ന രീതിയിലുള്ള ചിന്തകളൊന്നും പാടില്ല. മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം. നമ്മൾ മറ്റുള്ള ജനങ്ങൾക്കോ നമ്മുടെ സമീപവാസികൾക്കോ ദോഷം വരണമെന്ന
ഒരു കാരണവശാലും അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ വ്രതങ്ങളൊന്നും സ്വീകരിക്കരുത്. മനസ്സും ശരീരവും ശുദ്ധമാക്കി മാത്രം ദേവിയിൽ അർപ്പിക്കുന്നതായിട്ട് തന്നെ സങ്കല്പിച്ചുകൊണ്ട് ഈ വ്രതങ്ങളൊക്കെ എടുക്കുക. അതിൽ വെള്ളിയാഴ്ച ദിവസം പരിപൂർണമായിട്ടും ദേവീ ചിന്തയായിട്ട് തന്നെ നടന്നാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നു ഭവിക്കുന്നതാണ്. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.